അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ബലിഷ്ഠനെ സംബന്ധിച്ച്, ഒരു ബലവാനെ സംബന്ധിച്ച് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറയുന്നൊരു സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇങ്ങനെയാണ്: ബലിഷ്ഠൻ അഥവാ ബലവാൻ എന്ന് പറയുന്നത് ഗുസ്തിയിൽ അഥവാ മൽപിടുത്തത്തിൽ പ്രതിയോഗിയെ മലർത്തി അടിക്കുന്നവനല്ല, മറിച്ച് കോപം ഒരാളെ ഭരിക്കുന്ന സന്ദർഭത്തിൽ ആത്മനിയന്ത്രണം പാലിക്കുന്നവരാരാണോ അവരാണ് യഥാർത്ഥത്തിൽ ബലവാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായത്. എത്ര ഉന്നതമായ അർത്ഥഗർഭമായുള്ള ഒരു നിർദ്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. ഒരു സാമൂഹിക ജീവി എന്ന നിലക്കൊരു മനുഷ്യൻ സമൂഹഗാത്രത്തിനിടയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. അപ്പോൾ അവന് കോപം വരിക എന്നത് സ്വാഭാവികവുമാണ്. എന്നാൽ പ്രവാചക ശിക്ഷണത്തിൽ വളർന്നൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കോപം അടക്കുവാനും ക്ഷമിക്കുവാനും അവന് സാധിക്കേണ്ടതുണ്ട്. അവിടെ അവൻ വിജയം വരിക്കേണ്ടതുമുണ്ട്. അപ്പോഴാണ് അവൻ ബലവാനാകുന്നതും അവൻ ശക്തനാവുകയും ചെയ്യുന്നത്. പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹിക്കാനും, കോപമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അതിനെ നിയന്ത്രിക്കുവാനും നമുക്ക് കഴിയണം. റബ്ബ് സുബ്ഹാൻ അതിന് നാം എവരെയും തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.